ഓക്കെ, നമസ്കാരം. പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വീഡിയോയുടെ ഹെഡിങ് കണ്ടു 25K സാലറി ഫൈനാൻഷ്യൽ ഫ്രീഡം ഫോർമുല എന്ന്. അപ്പം നമുക്ക് ഇന്ത്യയിലെ കണക്കുകൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ടാവും മന്ത്ലി സാലറിയിൽ, 15,000 ജോലി ചെയ്യുന്നവരുണ്ടാവും, 25,000, 30,000, 40, 50, 60, 1,00,000 അതിലും മുകളിലും ജോലി ചെയ്യുന്ന സാലറിക്ക്, മന്ത്ലി സാലറിക്ക് ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു 50,000, 1,00,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എത്തിച്ചേരാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം അവരുടെ കയ്യിൽ കൂടുതൽ എമൗണ്ട് അവരുടെ മന്ത്ലിയിൽ വരുന്നുണ്ട്. അപ്പം അവർ കുറച്ച് കൂടുതൽ എക്സ്പെൻസുകൾ നടത്തി കഴിഞ്ഞാലും അവർക്ക് ബാക്കി കുറേ എമൗണ്ട് അവരുടെ സേവിങ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷേ ഒരു 25K മന്ത്ലി സാലറി കിട്ടുന്നയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൽ താഴെ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ 20, 30 റേഞ്ചിൽ, അല്ലെങ്കിൽ 35 റേഞ്ചിൽ, 40 റേഞ്ചിൽ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ കൂടിയ എമൗണ്ട് സാലറി കിട്ടുന്നവർക്ക് എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ അവരെത്തിച്ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുടെ ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ തികച്ചും 100% വാല്യുബിൾ ആകുന്നതായിരിക്കും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മണി ഡിസ്ട്രിബ്യൂഷൻ്റെ ഓർഡർ എന്താണ്, നമുക്ക് സാലറി കിട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ എക്സ്പെൻസ്, നമ്മുടെ ചിലവുകൾ എന്താണ്, ആ ചിലവുകളിലേക്കാണ് നമ്മൾ ആദ്യമേ ചിന്തിച്ചു തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നത്. നമ്മൾ ആദ്യമേ ചിലവുകളെല്ലാം കഴിക്കും, അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മെത്തേഡ് റോങ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഓർഡറിൽ ചേഞ്ച് ചെയ്യണം. ആദ്യമേ നമ്മളെ പൈസ സേവ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. അതിനുശേഷമാണ് എക്സ്പെൻസുകൾ നമ്മൾ കണ്ടെത്തേണ്ടതും അത് ഫില്ല് ചെയ്യേണ്ടതും. ഓക്കെ, ഇതാണ് റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മെത്തേഡ് നമുക്കൊരു ചെറിയൊരു ചേഞ്ച്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആനുവലി ഒരു വർഷം എത്ര ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 25,000 രൂപയാണ് നമുക്ക് മന്ത്ലി സാലറി കിട്ടുന്നതെങ്കിൽ നമുക്ക് 12 മാസമാണുള്ളത്. 12 × 25,000 നമുക്ക് 3,00,000 രൂപയാണ് നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ 30,000 ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 12 കൊണ്ട് ഗുണിച്ച് നിങ്ങൾക്ക് 3,60,000 രൂപയായിരിക്കും നിങ്ങളുടെ ആനുവലൈസ്ഡ് റിട്ടേൺ. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ 25K സാലറി കിട്ടുന്ന ഒരാളുടെ ഡിസ്ട്രിബ്യൂഷനാണ്, മണി എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നിന്നും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈസി മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ആനുവലൈസ്ഡ്, ഈസി ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ആനുവലൈസ്ഡ് റിട്ടേൺ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേനും, ഓരോരോ വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ചിലവുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവാണ് ക്യാഷ് ഫ്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചിലവുകൾ കഴിഞ്ഞിട്ട് പിന്നെയും ബാധ്യതകളിലേക്കാണ് പോകുന്നത്, നമ്മൾ ഓരോ മാസം ഓരോ വർഷവും ജോലി ചെയ്യുന്നുണ്ട്, വീണ്ടും ബാധ്യതകൾ കൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ് എന്ന് പറയാൻ സാധിക്കും. അതല്ല, നമുക്ക് സേവിങ്സ് ഒന്നും വരുന്നില്ല, നമ്മൾ ജോലി ചെയ്യുന്നു, എക്സ്പെൻസിലേക്ക് പോകുന്നു, നമ്മൾ ഒന്നും സേവിങ്സിൽ വരുന്നില്ല, കൂടുതൽ എക്സ്പെൻസും കൂടുന്നില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ന്യൂട്രൽ സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് വരണം. അപ്പോൾ പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കുന്ന മെത്തേഡ്, ഓർഡർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക സാലറി കിട്ടി കഴിയുമ്പോഴത്തേനും, അതിനുശേഷം എക്സ്പെൻസസ് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് തീർച്ചയായിട്ടും ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്ലേഷൻ ഓരോ വർഷവും ഉണ്ട്, 6%, 7%. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ജോലി ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ സാലറി നമുക്ക് വേണ്ടി ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുള്ളൂ. ആ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസീവായിട്ട് ഇൻകം ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ടോട്ടൽ സാലറീനെ അല്ലെങ്കിൽ ആനുവൽ ഇൻകത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന്. പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പൈസ മാറ്റി വെക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് 30%, ഒരു വർഷത്തെ നമ്മുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോയുടെ 30% നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് കണ്ടുപഠിക്കും. ഇനി നമ്മൾ രണ്ടാമത്തതാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്, നമ്മുടെ വർഷത്തിലെ ടോട്ടൽ എമൗണ്ടിൻ്റെ 50% നമ്മൾ നെസസിറ്റി, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി നമുക്ക് 50% ക്യാഷ് മാറ്റി വെക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളതാണ് വാണ്ട്സ് ആൻഡ് ലക്ഷറി.
നമുക്ക് ബാക്കിയുള്ള 20% നമ്മുടെ ടോട്ടൽ ആനുവൽ റിട്ടേണിൻ്റെ ആനുവൽ ഇൻകത്തിൻ്റെ 20% ബാക്കിയുള്ള ലക്ഷറി, അതായത് ബാക്കിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിരിക്കും, ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിരിക്കും. മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മൂവി കാണാനും എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് 20% നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും യൂസ് ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള കാൽക്കുലേഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം 3 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 lakh ഇൻകം ആനുവലി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്ര രൂപ പോകും? ഒരു വർഷം ടോട്ടൽ 3 ലക്ഷത്തിൻ്റെ 30% ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും, 90,000 രൂപ. അതായത് 90,000ൻ്റെ അകത്ത് ഓരോ മാസവും 7,500 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നെസസിറ്റിയിലേക്ക് എത്ര പോകും? 1.5 ലക്ഷം രൂപ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും, 50%. 3 ലക്ഷത്തിൻ്റെ പകുതി 1.5 ലക്ഷം രൂപ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ ഓരോ മാസവും 12,500 രൂപയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഓക്കെ, ഇനി വാൺസ് ആൻഡ് ലക്ഷറിയിലേക്ക് നമ്മൾ 20% മാറ്റിവെക്കുന്നത്. 3 ലക്ഷത്തിൻ്റെ 20% എത്രയാണ്? 60,000 രൂപ. അപ്പോൾ ഓരോ മാസവും നമ്മൾ 5,000 രൂപ ലക്ഷറിക്ക് വേണ്ടി ചിലവഴിക്കാം. അപ്പോൾ ഇത് നല്ലൊരു കാൽക്കുലേഷനാണ്, നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്, എഫക്റ്റീവായിട്ടുള്ളൊരു പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നിങ്ങളുടെ സാലറിക്ക് അനുയോജ്യമായി നിങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്ടിക്കലി ആയിട്ട് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല, ETF-ലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ETF-ലെ കുറേ സ്ട്രാറ്റജികളുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്, ലൈവായിട്ട് ഡയറക്റ്റായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമ്മൾ ഓരോ മെത്തേഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ മെത്തേഡ്സും ഓരോ ലൈവ് സെക്ഷൻസ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അത് തികച്ചും സൗജന്യമായിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പുതിയ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. തികച്ചും ഫ്രീ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ജെന്യുവനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെ ഏതാനും മെത്തേഡ്സ് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്, എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പുതിയൊരു മാർഗ്ഗം നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് എത്ര മാത്രം എഫക്റ്റീവ് ആകണമെന്ന് നമുക്കറിയത്തില്ല. നിങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളത് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് പുതിയ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ പറയുക. അപ്പോൾ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കംഫർട്ടാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇനി നെസസിറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, നെസസിറ്റി, വാൺസ് ആൻഡ് ലക്ഷറി, ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് 30% നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പിന്നീടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ നെസസിറ്റിനെ കുറിച്ചും വാൺസ് ആൻഡ് ലക്ഷറിനെ കുറിച്ചുമാണ് ആദ്യമേ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെസസിറ്റിക്കകത്ത് വരുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും EMI എടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഹോം റെൻറ്റുകൾ, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസ്, കോളേജിലെ സ്കൂളിലെ ഫീസസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഗ്രോസറി, മെഡിസിൻ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ടോട്ടൽ സാലറിയുടെ പകുതി നമുക്ക് ഈ ഒരു നെസസിറ്റിയിലേക്ക് തന്നെ പോകും. അതെല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഏകദേശം 50% സാലറി നമ്മുടെ ഈ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അതും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് തന്നെ നമുക്ക് അത് ചിലവഴിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വാൺസ് ആൻഡ് ലക്ഷറി നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പുതിയ ഫോൺ മേടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നമ്മുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കുറഞ്ഞ ഫോൺ എടുക്കാം. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റഡ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മൂവി കാണാൻ പോകുന്നതും ഇങ്ങനെയുള്ള എക്സ്പെൻസസുകൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് പോകാൻ സാധിക്കും. അതായത് നമുക്കൊരു മന്ത്ലിയിൽ ഇത്രയാണ് പ്ലാനെങ്കിൽ 5,000 ആണെങ്കിൽ ആ ഒരു 5,000-ൽ നിൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു നെസസിറ്റിയിലേക്ക് 50% പോയി. അത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്യുക, ആ രീതിയിൽ തന്നെ പോകേണ്ടതാണ്. ഓക്കെ, EMI അടയ്ക്കുന്നവരാണെങ്കിൽ EMI അടച്ചേ പറ്റുള്ളൂ. ഹോം പ്രിൻറ്റ് കൊടുക്കേണ്ടവരാണെങ്കിൽ ഹോം പ്രിൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു
വാൺസ് ആൻഡ് ലക്ഷറി അതിൻ്റെ അകത്ത് 20% പോകാം. ബാക്കിയുള്ള 30% ആണ് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണ് FD, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതൊന്നുമല്ല, നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസുമാണ്. ഇതാണ് ഏറ്റവും വലിയ, നമുക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഇൻഷുറൻസാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നമുക്ക് എന്തെങ്കിലും കാരണത്താൽ അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ ഉള്ളവർക്ക് നമ്മുടെ ടോട്ടൽ വലിയൊരു നമുക്ക് പിന്നെ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് വേറെ ഒരു ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒന്നും ഉണ്ടായില്ല. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാലറി അന്നുകൊണ്ട് നിൽക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നല്ലൊരു പ്രീമിയം നമുക്ക് കിട്ടിയേക്കാം. നമ്മുടെ പിള്ളേർക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും നല്ലൊരു സപ്പോർട്ടായേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്തേ പാടുള്ളൂ. ഓക്കെ, അത് എസെൻഷ്യലാണ്. അപ്പോൾ നമുക്കൊരു 1 കോടി രൂപയുടെ എങ്കിലും മിനിമം ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ നോക്കുക. ഇനി അത് നമുക്ക് മാക്സ് ലൈഫിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ICICIയുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫോർട്ടായിട്ടുള്ള നമുക്ക് അനുയോജ്യമായ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തേ പാടുള്ളൂ. ഇത് കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓരോ സിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഒരുപാട് സിറ്റി റീജിയൻസ് ആണ്. ക്ലാസ് 1 സിറ്റികളാണെങ്കിൽ അവിടെ നമുക്കൊരു 10 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപയെങ്കിലും ഒരു ആവറേജ് നമുക്കൊരു പ്രീമിയം ഉണ്ടായിരിക്കണം, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജ് ഉണ്ടായിരിക്കണം. അതല്ല കുറച്ചും കൂടെ ബാക്ക്വേഡ് ഏരിയ ആണെങ്കിൽ T2, T3 സിറ്റികളാണെങ്കിൽ നമുക്കൊരു 5 lakh to 10 lakh ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യും, പക്ഷേ ഈ ഒരു ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും പ്ലാൻ ചെയ്യാറില്ല. പക്ഷേ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആദ്യമേ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഇത് രണ്ടും കവർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകും. ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഒരു ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും, പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് എടുത്തേ പറ്റുള്ളൂ. അത് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ച് കവറാകുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് 25,000 രൂപ നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്കും ലൈഫ് ഇൻഷുറൻസിലേക്കും മാറ്റിവെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലൈഫ് ഇൻഷുറൻസിലേക്ക് 10K ആനുവലൈസ്ഡ് മാറ്റിവെക്കാൻ സാധിക്കും. അതായത് ഏകദേശം ഒരു 1000 രൂപ അടുത്ത് ഓരോ മാസവും പ്രീമിയം വരുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 50K ആനുവലൈസ്ഡ്, അതായത് ഏകദേശം 1000 രൂപ സംതിങ് പ്രീമിയം വരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും മന്ത്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഒരു വർഷം 25,000 രൂപയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും വേണ്ടി മാറ്റിവെക്കുന്നത്. അതായത് ഏകദേശം ഒരു 2,000 രൂപ വെച്ച് മാസം നമ്മുടെ ലൈഫിനും ഹെൽത്തിനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാലൻസ് എമൗണ്ട് എത്രയാണ് വരുന്നത്? നമ്മുടെ 90,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഹെൽത്തിനും ലൈഫിനും വേണ്ടി 25,000 രൂപ നമ്മൾ സേഫായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 65,000 രൂപയുണ്ട്. ഇനിയിപ്പോൾ 65,000 രൂപ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്നതാണ് നമ്മുടെ എമർജൻസി ഫണ്ട്. നമ്മളൊരു 25,000 രൂപ ഒരു മന്ത് സാലറി നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു അസുഖം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രാത്രിയിലായിരിക്കും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കൂട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ പൈസ കിട്ടണമെന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് T1, T2 ടൈമൊക്കെ എടുക്കും. അപ്പം ആ ഒരു സിനാരിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. നമ്മൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വിഡ്രോ ചെയ്ത് കിട്ടണം. അതുപോലെ തന്നെ ആ ഒരു എമർജൻസി ഫണ്ട് പറ്റുമെങ്കിൽ FD അല്ലെങ്കിൽ RD ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്വയറിംഗ് ഡിപ്പോസിറ്റിൽ ഇട്ട് വെക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എമർജൻസി ഫണ്ട് ഉപയോഗിക്കേണ്ട വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ലൊരു റിട്ടേണും കിട്ടും, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായി മാറും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും FDയിൽ അല്ലെങ്കിൽ RDയിൽ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും രാത്രി നമുക്ക് FD ആണെങ്കിലും ബ്രേക്ക് ചെയ്ത് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 25,000 രൂപയാണ് നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 65,000 രൂപയിൽ നിന്ന് 25,000 പോയിട്ട് ബാക്കി 30,000 രൂപയാണ് നമ്മൾ ഇനി അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അടുത്ത കാറ്റഗറിയാണ് നോൺ ഗ്യാരണ്ടീഡ് റിട്ടേൺ. നമുക്ക് ഒരു നിർബന്ധമില്ല ഇതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്നത്. ചിലപ്പോൾ നല്ല പെർസെൻറ്റേജ് കിട്ടും, കൂടിയ പെർസെൻറ്റേജ് കിട്ടും, FDനേക്കാളും ഒക്കെ കൂടിയ റിട്ടേൺ കിട്ടും, ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞു പോകാം. നമുക്ക് ഒരു നിർബന്ധമില്ല ഇതിൻ്റെ അകത്ത് എത്ര ശതമാനം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് നോൺ ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ട്
ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം, SIP, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, REIT, ഗോൾഡ്, ETFs എക്സെട്ര. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് മ്യൂച്വൽ ഫണ്ടിലോ SIPയിലോ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ REIT ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, REIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എക്സ്ചേഞ്ചിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് വഴിയുള്ള. അതിനാണ് REIT എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ETF വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി കൺഫേം അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് റിസ്ക് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല റിവാർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് നോൺ ഗ്യാരണ്ടീഡിലും ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിൻ്റെ അകത്ത് നമുക്ക് ഗോൾഡിലും അതുപോലെ തന്നെ ETF-ലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ETFs-ൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതായത് ETF-ൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ETF-ൽ SIP സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാം. ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് വാട്സപ്പ് കോൺഫറൻസ് വഴി പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പം അത് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരവും വിനിയോഗിക്കുക. തീർച്ചയായും സൗജന്യമായിട്ടാണ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം പെട്ടെന്ന് വരുന്നവർക്ക് മാത്രമേ നമ്മൾ ആദ്യമേ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. കാരണം നമുക്കറിയാം വാട്സപ്പിൽ ഒക്കെ ക്ലാസ് എടുക്കുന്നതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവസരം വിനിയോഗിക്കുക. അപ്പോൾ ഞാനും ജോലി ഫുൾ ടൈമായിട്ട് ജോബ് ചെയ്യുന്നയാളാണ്. അപ്പോൾ പാർട്ട് ടൈമായിട്ട് കുറച്ച് ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളെ ഓരോ മെത്തേഡ്സും 1 by 1 ആയിട്ട് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു ശ്രമം, ഒരു ട്രൈ. അപ്പം അത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നല്ലൊരു ആവേശത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ അത് പറഞ്ഞു തരാൻ പറ്റും, നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക് പോകേണ്ടത്, നമ്മൾ ടോട്ടലായിട്ട് 1 മാസത്തെ സാലറിയാണ് നമ്മൾ നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക് വിടുന്നത്. അപ്പോൾ നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക് എന്തുകൊണ്ടാണ് 1 മാസത്തെ സാലറി വിടുന്നത്? അവിടെ നമ്മൾ ചെറിയ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല റിവാർഡ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സേഫ് ആയിട്ടുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോശമില്ലാത്ത നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് FD-നെയൊക്കെ ബീറ്റ് ചെയ്ത് 10-15% അല്ലെങ്കിൽ 20% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 25 ആണ് നമ്മൾ 1 വർഷം മാറ്റി വെക്കുന്നത് നോൺ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ മാസവും 2000 രൂപ വെച്ചാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 500 രൂപ വെച്ച് 2 SIP തുടങ്ങാം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 1000 രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇടാം. അത് വേണമെങ്കിൽ 2 എണ്ണത്തിലിടാം, 2 മ്യൂച്വൽ ഫണ്ടിലിടാം, അല്ലെങ്കിൽ 3-4 മ്യൂച്വൽ ഫണ്ടിലിടാം. എന്തുകൊണ്ടാണ് 2 എണ്ണത്തിൽ അല്ലെങ്കിൽ 3 എണ്ണത്തിൻ്റെ അകത്ത് 4 എണ്ണത്തിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടുന്നത്? ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ 1000 രൂപ ഇട്ടാൽ പോരെ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഒരെണ്ണം പെർഫോം ചെയ്തില്ലെങ്കിലും ബാക്കി അടുത്തത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർഫോം ചെയ്യുന്ന റിട്ടേണും കൂടെ കൂട്ടി നമുക്ക് മോശമില്ലാത്തൊരു റിട്ടേണിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 1000 രൂപ ടോട്ടൽ 2000-ൻ്റെ അകത്ത് 1000 മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് തുടങ്ങിയെങ്കിൽ ബാക്കി 1000 രൂപ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകളിൽ SIPകൾ തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. നല്ല സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ബാക്കിയുള്ള 35,000-ൻ്റെ അകത്ത് 25,000 കൂടെ നമ്മൾ കുറച്ചിട്ട് ബാക്കി എത്രയുണ്ട്? 10K ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 80,000 രൂപ പ്ലാൻ ചെയ്തു, ഇനി ബാക്കിയുള്ള 10K ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്നതാണ്. ഒന്നാമത് ഗവൺമെൻറ് ബോണ്ട്സ്, രണ്ടാമത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, റിക്വയറിംഗ് ഡിപ്പോസിറ്റ്, PPF, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഗവൺമെൻറ് ബോണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ചില ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേടിക്കും. അതിനുശേഷം അവർ കൃത്യമായിട്ട് എത്ര കാലയളവിലേക്കാണോ നമ്മൾ ഫണ്ട് അവർക്ക് കൊടുക്കുന്നത് അത്രയും കാലയളവിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്ററിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഗവൺമെൻറ് ബോണ്ട്സ് ആണ്. അത് കൃത്യമായിട്ട് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. ചിലപ്പോൾ അത് 8%, 8%, 9%, 9.5%-ലേക്കൊക്കെ ഗവൺമെൻറ് ബോണ്ട്സ് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 7% കിട്ടുന്ന FD-നേക്കാളും കുറച്ചും കൂടെ കൂടിയ നല്ലൊരു റിട്ടേൺ നമുക്ക് ഗവൺമെൻറ് ബോണ്ട്സ് തരും. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മൾ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക് 10,000 രൂപയാണ് വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ 833 രൂപയാണ് നമ്മൾ ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഗവൺമെൻറ് ബോണ്ട്സിലേക്കൊക്കെ ആണെങ്കിലും പതിയെ ഓരോ മാസവും ചെറിയ എമൗണ്ടുകൾ ഇട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. RD ആണെങ്കിലും എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു
25K സാലറി ഉള്ള ഒരാൾ എങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ? കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്, വ്യക്തമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും, ഇത് കാണുന്ന ആൾക്കാർ കുറേ പേര് ഇതിൻ്റെ അകത്ത് അങ്ങനെ പോരായിരുന്നോ, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നിയ നല്ല മെത്തേഡ്സാണ് എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് കുറേ പേർക്ക് നല്ലതായിട്ട് തോന്നും. കുറച്ച് പേര് എന്ത് നല്ല കാര്യം തന്നു കഴിഞ്ഞാലും അവർ മോശമായിട്ട് അതിനെ എതിർക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ എടുക്കുക. ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഓരോ പോയിൻറ്റ്സുകളും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന്. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഒരു സമ്മറി പറയാം. നമ്മൾ ആ ഒരു 30% ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പോയിൻറ്റിൽ നമ്മൾ ആ ഒരു ലൈഫ് ഇൻഷുറൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എമർജൻസി ഫണ്ട് മാറ്റി വെക്കുന്നതും ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റും നോൺ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണ് നമ്മുടെ സമ്മറി. ഈ ഒരു 30% നമ്മുടെ സാലറിയുടെ വ്യക്തമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ പതിയെ കോമ്പൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും 25K സാലറി ചെറുതായിട്ട് കണക്കാക്കാതെ ഓർഗനൈസ് ചെയ്യാൻ പഠിക്കുക, അറേഞ്ച് ചെയ്യാൻ പഠിക്കുക, ട്രൈ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈവായിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഡയറക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഞാൻ ഫുൾ ടൈമായിട്ട് ജോബ് ചെയ്യുന്നയാളാണ്. പാർട്ട് ടൈം ആയിട്ടുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, ശ്രമിക്കുന്നു. ഞാൻ പേഴ്സണലി പാർട്ട് ടൈമായിട്ട് ചെറിയ ട്രേഡിങ്ങുകൾ, ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ജെന്യുവിനായിട്ട് എനിക്ക് തോന്നുന്ന മെത്തേഡ്, ഞാൻ ചെയ്യുന്ന മെത്തേഡ്സാണ് ഈ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ലൈവായിട്ട് നിങ്ങളെ ഡയറക്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ലൈവ് സെക്ഷനിലൂടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ജെന്യുവിനായിട്ട് പേഴ്സണലി ചെയ്യുന്ന മെത്തേഡ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ വിനിയോഗിക്കുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നോക്കുക, നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അപ്പോൾ നല്ലൊരു വെൽത്ത് ഫ്യൂച്ചറിലേക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.